കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 4 പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 4 പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. നല്ല തണുത്ത വെള്ളത്തിൽ 2-3 തവണ നന്നായി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിന്റെ സ്റ്റാർച്ച് പോയി കിട്ടും. ഇനി ഇത് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വെന്ത് പോകരുത്, ജസ്റ്റ് ഫോക്ക് ടെൻഡർ ആയാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കാം. നന്നായി ഇത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അല്പം കോൺഫ്ലവർ എല്ലാ ഭാഗത്തും വിതറി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിയും വിതറി കൊടുക്കുക. എല്ലാ ഭാഗത്തും കോട്ട് ചെയ്യുന്ന രീതിയിൽ വിതറണം. നമുക്കിനി നെയ്യിൽ ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിനി വേഗം ഡിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ളത് ചീസ്, ബട്ടർ, 1 കപ്പ് പാലും കൂടിയാണ്. ഇനി നമുക്ക് 1 സ്പൂൺ മൈദയും കൂടിയും ഇതിനാവശ്യമുണ്ട്. ഇതിലോട്ടേക്ക് 1 കപ്പ് പാല് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചീസ് ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതും കൂടി ഒന്ന് അലിഞ്ഞു വരണം. ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോ. ഇവിടുത്തെ ചീസിനും ബട്ടറിനും നല്ല ഉപ്പുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ കൊടുത്തിട്ടില്ല, ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിലോട്ടേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഫ്രൈസും ചീസ് ടിപ്പും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ്.